ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പ്രായമുള്ള ഒരു ഹിപ്പ് ഫ്രാക്ചർ പേഷ്യൻറ്റിനെ നമ്മൾ എങ്ങനെ കെയർ കൊടുക്കാമെന്നുള്ളതാണ്. ഹിപ്പ് ഫ്രാക്ചർ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് രണ്ട് തരം ഫ്രാക്ചേഴ്സാണ്. ഒന്ന് നെക്ക് ഓഫ് ഫീമർ ഫ്രാക്ചർ, ഇനിയൊന്ന് ട്രൊക്കാൻട്രിക് ഫ്രാക്ചർ എന്ന് പറയും. ഹിപ്പിൻ്റെ മോൾ ഭാഗത്തിൽ ഏറ്റവും ടോപ്പിലുള്ള ബോൾ പൊട്ടിപ്പോകുന്ന ഫ്രാക്ചറിനാണ് നമ്മൾ നെക്ക് ഓഫ് ഫീമർ എന്ന് പറയുന്നത്. ഇനിയൊന്ന് ട്രൊക്കാൻട്രിക് ഫ്രാക്ചർ, അതിന് കുറച്ച് താഴെ പൊട്ടുന്നതിന് ട്രൊക്കാൻട്രിക് ഫ്രാക്ചർ. ഇത് രണ്ടിൻ്റെയും ട്രീറ്റ്മെൻറ്റ് ടോട്ടലി ഡിഫറൻ്റ് ആണ്. അത് നിങ്ങളുടെ സർജറി ചെയ്യുന്ന ഡോക്ടർ തീരുമാനിക്കും. സർജറിക്ക് ശേഷമോ സർജറിക്ക് മുന്നേയും നിങ്ങൾ അറിയേണ്ട കാര്യങ്ങൾ എന്തൊക്കെ എന്നുള്ളത് നമുക്ക് നോക്കാം. ഫ്രാക്ചർ പേഷ്യൻറ്റിന് നമ്മൾ എന്തുകൊണ്ട് സർജറി ചെയ്യണം? പ്രായമുള്ള പേഷ്യൻസിൽ നമ്മൾ സർജറി ചെയ്യുന്നത് കൊണ്ട് പേഷ്യൻറ്റിൻ്റെ മോർട്ടാലിറ്റി, അതായത് മരണസാധ്യത നമ്മൾ 100-ൽ നിന്ന് 27% കുറയ്ക്കാൻ പറ്റും. ഇതാണ് നമ്മുടെ സ്റ്റഡീസ് പറയുന്നത്. പ്രായമുള്ള ഹിപ്പ് ഫ്രാക്ചർ പേഷ്യൻസ് സർജറി ചെയ്യാതിരിക്കുമ്പോൾ ഓപ്പറേഷൻ ഇല്ലാതെ വീട്ടിൽ നമ്മൾ കിടത്തുമ്പോൾ അതുകൊണ്ട് വരുന്ന ബുദ്ധിമുട്ടുകൾ എന്ന് പറഞ്ഞാൽ ബെഡ് സോർ ഉണ്ടാവാം, മൂത്രത്തിൽ പഴുപ്പുണ്ടാവാം, ചെസ്റ്റ് ഇൻഫെക്ഷൻസ് ഉണ്ടാവാം, സോഡിയം കുറവ് വരാം, ഡിലീരിയം പിച്ചുപയും പറയാം, ബോധക്കുറവുണ്ടാവാം, സ്ട്രോക്ക് ഉണ്ടാവാം. ഇങ്ങനെ പലതരം കോംപ്ലിക്കേഷൻസ് ഉണ്ട്. ഡീപ്പ് വെയിൻ ത്രോംബോസിസ്, ഇങ്ങനെ പലതരം കോംപ്ലിക്കേഷൻസ് പേഷ്യൻസിന് വരും. ഇത്തരം കോംപ്ലിക്കേഷൻസ് വരാതിരിക്കാനും അഥവാ വന്നാൽ തന്നെ അതിനെ എഫക്റ്റീവായിട്ട് ട്രീറ്റ് ചെയ്യാനും നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഫ്രാക്ചറിനെ ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ്, സർജിക്കലി ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ്. ട്രീറ്റ്മെൻറ്റ് ഓഫ് എ ജീറിയാട്രിക് ഹിപ്പ് ഫ്രാക്ചർ പേഷ്യൻറ്റ് സ്റ്റാർട്ട്സ് വിത്ത് ട്രീറ്റ്മെൻറ്റ് ഓഫ് ദ ഫ്രാക്ചർ പെർ സെ എന്ന് പറയും. അതായത് പ്രായമുള്ള ഹിപ്പ് ഫ്രാക്ചർ പേഷ്യൻസിനെ ചികിത്സിച്ച് തുടങ്ങുന്നതിന് തന്നെ ഹിപ്പ് ഫ്രാക്ചറിനെ ചികിത്സിച്ചും കൊണ്ടാണ്. അല്ലാതെ ജനറൽ കണ്ടീഷനെ ഇമ്പ്രൂവ് ചെയ്തതിന് ശേഷം ഇപ്പോൾ നമുക്ക് പേഷ്യൻറ്റിൻ്റെ കണ്ടീഷൻ വളരെ മോശമാണ്, അതുകൊണ്ട് നമുക്ക് ഒരാഴ്ചയോ 2 ആഴ്ചയോ കഴിഞ്ഞ് സർജറി ചെയ്യാം എന്ന് പറയുന്ന സിറ്റുവേഷൻ തന്നെ വളരെ മോശമായിട്ടുള്ളൊരു ഒരു സിറ്റുവേഷനാണ്. പലപ്പോഴും ഫ്രാക്ചറിനെ എത്രയും പെട്ടെന്ന് ഫിക്സ് ചെയ്യുക, ഒരു 48 മണിക്കൂറിനുള്ളിൽ തന്നെ സർജറി ചെയ്ത് കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോക്കോൾ. അപ്പോൾ സർജറി ചെയ്യുന്നതിൻ്റെ പ്രധാന കാരണം പേഷ്യൻറ്റിൻ്റെ ലൈഫ് സ്റ്റൈലിനെ ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ്. ഒരുപാട് വേറെ മെഡിക്കൽ പ്രോബ്ലംസ് ഓവർലാപ്പ് ചെയ്യാതെ തന്നെ പേഷ്യൻറ്റിനെ ചികിത്സിച്ചെടുക്കാൻ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് ആദ്യം ഫ്രാക്ചറിനെ ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ്. ഈ ഫ്രാക്ചർ സംഭവിക്കുന്നത് ചെറിയൊരു ട്രിവിയൽ ഫോളിലായിരിക്കും. കാര്യമായിട്ടുള്ളൊരു മേജർ ആക്സിഡൻറ്റോ മേജർ വീഴ്ചയോ പറ്റണമെന്നില്ല. ചെറിയ ബാത്റൂമിൽ നിന്ന് ഒന്ന് സ്ലിപ്പായി ഒന്ന് ഇരുന്നു, അത്രേ ഉണ്ടാവുള്ളൂ. അതിൽ തന്നെ നമുക്ക് ഫ്രാക്ചർ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഫ്രാക്ചർ സംഭവിച്ചതിന് ശേഷം കാലിൻ്റെ പൊസിഷൻ പുറത്തേക്ക് തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് പേഷ്യൻസിൽ പൊതുവേ കാണാറ്. ആൻഡ് അതിഭയങ്കരമായിട്ടുള്ളൊരു വേദനയും. സർജറിക്ക് ശേഷം പേഷ്യൻറ്റിന് വരാൻ പോകുന്ന കോംപ്ലിക്കേഷൻസിനെ എത്ര നന്നായിട്ട് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ആണ് ഈ ടോക്കിൻ്റെ പ്രധാന ഇൻറ്റൻഷൻ. എത്രയും പെട്ടെന്ന് നിങ്ങൾ സർജിക്കൽ കോംപ്ലിക്കേഷനോ അല്ലെങ്കിൽ ഒരു മെഡിക്കൽ കോംപ്ലിക്കേഷനോ നിങ്ങൾ ഡിറ്റക്റ്റ് ചെയ്യുമ്പോൾ അത്രയും നന്നായിട്ട് ആ മെഡിക്കൽ പ്രോബ്ലത്തിനെ അല്ലെങ്കിൽ സർജിക്കൽ പ്രോബ്ലത്തിനെ നമുക്ക് എഫക്റ്റീവായിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റും. ഹിപ്പ് ഫ്രാക്ചർ സർജറിക്ക് ശേഷം എത്രയും പെട്ടെന്ന് പേഷ്യൻറ്റിനെ നീട്ടിയിരുത്തുക എന്നുള്ളതാണ് ആദ്യത്തെ പോയിൻ്റ്. നീട്ടിയിരുത്തുന്നതോടൊപ്പം ചെസ്റ്റ് ഫിസിയോതെറാപ്പി, ചെസ്റ്റിൻ്റെ മുൻഭാഗവും പിൻഭാഗവും നല്ലപോലെ തട്ടിക്കൊടുക്കുക, നല്ല ഡീപ്പ് ബ്രീതിങ് പഠിപ്പിച്ചു കൊടുക്കുക. ഡീപ്പ് ബ്രീതിങ്, ഡീപ്പ് ഇൻഹലേഷൻ ആൻഡ് എക്സ്പിറേഷൻ, നന്നായിട്ട് ശ്വാസം വലിച്ച് പിന്നെ മെല്ലെ വിടുക. ഇത് നിങ്ങളുടെ ലങ്സിനെ എക്സ്പാൻഡ് ചെയ്യിപ്പിക്കാൻ സഹായിക്കും. നന്നായിട്ട് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ചെസ്റ്റ് കോംപ്ലിക്കേഷൻസ്, അതായത് ഏറ്റലക്ടാസിസ് എന്ന് പറയും, അതായത് കുറേ നേരം ശ്വാസകോശം ചുരുങ്ങിയിരിക്കുന്നത് കൊണ്ടാണ് ശ്വാസകോശത്തിൻ്റെ ഉള്ളിൽ കഫം കെട്ടി നിൽക്കുന്നതും അതുകൊണ്ടാണ് ഇൻഫെക്ഷൻ വരുന്നത്. അപ്പോൾ പ്രധാനമായിട്ടൊരു കോംപ്ലിക്കേഷൻ ഏറ്റലക്ടാസിസും ന്യൂമോണിയയുമാണ്. അപ്പോൾ അതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ കാര്യമായിട്ട് ചെസ്റ്റ് ഫിസിയോതെറാപ്പിയും എക്സസൈസുകളും ചെയ്യാൻ സഹായിക്കും. അതിന് പേഷ്യൻറ്റിനെ എത്രയും പെട്ടെന്ന് നീട്ടി ഇരുത്തുക എന്നുള്ളതാണ്. രണ്ടാമത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ് ആങ്കിൾ മൂവ്മെൻറ്റ്സും നീ മൂവ്മെൻറ്റ്സും എൻകറേജ് ചെയ്യുക എന്നുള്ളതാണ്. മുട്ട് നിവർത്താൻ ആവശ്യമുള്ള എക്സസൈസസ്, ക്വാഡ്രിസെപ്സ് എക്സസൈസസ് എന്ന് പറയും. മുട്ട് പരിപൂർണമായിട്ട് നിവർത്താനും മുട്ട് നന്നായി മടക്കിയെടുക്കാനും ഉള്ള എക്സസൈസുകൾ പഠിക്കുക. പിന്നെ ആങ്കിളിൻ്റെ ഫ്രണ്ട് ആൻഡ് ബാക്ക് മൂവ്മെൻറ്റ്സ്, ആങ്കിൾ പമ്പ് എക്സസൈസ് എന്ന് പറയും. അപ്പോൾ ഇത്തരം 2 മൂവ്മെൻറ്റ്സ് ചെയ്യുന്നതുകൊണ്ട് 2 ഉപകാരങ്ങളുണ്ട്. ഒന്ന്, ആങ്കിൾ പമ്പ് എക്സസൈസ് ചെയ്യുമ്പോൾ കാലിലുള്ള രക്തക്കുഴലുകൾ കുറച്ചും കൂടി എഫക്റ്റീവായിട്ട് ഹാർട്ടിലേക്കുള്ള തിരിച്ചു പോകുന്ന ബ്ലഡിനെ പമ്പ് ചെയ്യാൻ പറ്റും. കാലിൽ രക്തക്കുഴലുകളിൽ രക്തം കട്ടിയാവുമ്പോൾ ഡീപ്പ് വെയിൻ ത്രോംബോസിസ് എന്ന് പറയും. അപ്പോൾ ഈ ഡീപ്പ് വെയിൻ ത്രോംബോസിസ് കാലക്രമേണ പിന്നീട് നടത്തി പേഷ്യൻറ്റിനെ കൊണ്ട് മൊബിലൈസ് ചെയ്യുമ്പോഴേക്കും അതിൻ്റെ ഉള്ളിലത്തെ രക്തം ഡിസിപ്പേറ്റ് ആയിട്ട് അവിടുന്ന് ഇളകിപ്പോകുന്നു ഹാർട്ടിലേക്കോ ലങ്ങിലേക്കോ വന്നിട്ട് ഒരു ബ്ലോക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് വളരെ ഗുരുതരമായിട്ടുള്ളൊരു കോംപ്ലിക്കേഷനാണ്. മരണം വരെ സംഭവിക്കാവുന്ന ഒരു കോംപ്ലിക്കേഷനാണ് ഡീപ്പ് വെയിൻ ത്രോംബോസിസ്. ഇത് അവോയ്ഡ് ചെയ്യാൻ പരമാവധി ഡോക്ടർമാർ മരുന്നുകൾ തരുന്നു രക്തം കട്ടിയാവാതിരിക്കാൻ. എന്നാൽ പോലും പേഷ്യൻസ് ആങ്കിൾ പമ്പ് എക്സസൈസുകൾ ചെയ്യുന്നത് വളരെ ഉപകാരപ്പെടും. മുട്ടിൻ്റേതായിട്ടുള്ള ബലം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നതുകൊണ്ട് ഭാവിയിൽ പേഷ്യൻറ്റിനെ നടത്തിയെടുക്കുമ്പോഴേക്കും പേഷ്യൻറ്റിന് മുട്ട് പെട്ടെന്ന് മടങ്ങിപ്പോവാതെ ഇരിക്കാൻ സഹായിക്കും. നടന്നുകൊണ്ടിരിക്കുമ്പോൾ മുട്ട് പെട്ടെന്ന് മടങ്ങിപ്പോകുന്നത് ബക്ലിംഗ് എന്ന് പറയും. അപ്പോൾ ഈ ബക്ലിംഗ് എന്തുകൊണ്ട് സംഭവിക്കുന്നു? 1-2 മാസം പേഷ്യൻ്റ് കിടക്കുന്നു, അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് എക്സസൈസുകൾ ചെയ്യാൻ പറ്റാതിരിക്കുന്നു, പേഷ്യൻ്റ്
ഒരു ഓപ്പറേഷൻ്റെ ഭാഗമായിട്ട് നടക്കാൻ വൈകുന്നു. ഈ വൈകുന്നത് കൊണ്ട് മുട്ടിൻ്റെ മസിൽസൊക്കെ വീക്കായി പോകുന്നതുകൊണ്ട് ഭാവിയിൽ നടത്തിയിട്ട് വരുമ്പോഴേക്കും പിന്നെ എക്സസൈസ് ചെയ്ത് സ്ട്രെങ്തൻ ചെയ്യേണ്ട ഒരു അവസ്ഥ വരും. അപ്പോൾ അത് പ്രിവെൻറ്റ് ചെയ്യാൻ മുൻകൂട്ടി തന്നെ മുട്ടിൻ്റെ എക്സസൈസുകൾ ചെയ്യേണ്ടതാണ്. ഭൂരിഭാഗം ഹിപ്പ് ഫ്രാക്ചേഴ്സ് ഓസ്റ്റിയോപൊറോട്ടിക് ഫ്രാക്ചേഴ്സാണ്. അതായത് എല്ലിൻ്റെ കട്ടിക്കുറവ് മൂലം വരുന്ന ഫ്രാക്ചേഴ്സാണ് പ്രായമുള്ള പേഷ്യൻസിൽ വരുന്ന ഹിപ്പ് ഫ്രാക്ചേഴ്സ്. എല്ലിൻ്റെ ആരോഗ്യം നോർമലായിട്ട് തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ അത്യാവശ്യമായിട്ടുള്ള നല്ല രീതിയിലുള്ള ഡയറ്റും വേണ്ടി വരും. ഡയറ്റ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് നല്ല കാൽഷ്യം എൻറിച്ച്ഡ് ആയിട്ടുള്ള ഡയറ്റ്, ധാരാളം കാൽഷ്യം കിട്ടുന്ന രീതിയിലുള്ള ഡയറ്റ്, ധാരാളം പ്രോട്ടീൻ കിട്ടുന്ന രീതിയിലുള്ള ഡയറ്റ്. പ്രോട്ടീൻ കഴിക്കാൻ റെസ്ട്രിക്ഷൻസ് ഉള്ള പേഷ്യൻസ് ആണെങ്കിൽ ഡോക്ടറുമായിട്ട് ഒന്ന് ഡിസ്കസ് ചെയ്യേണ്ടതാണ്. കാൽഷ്യം എന്തൊക്കെ ഡയറ്റിലുണ്ട് എന്നുള്ളത് ഞാൻ ഇനിയൊരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഹൗ ടു മേക്ക് യുവർ ബോൺ സ്ട്രോങ്ങർ എന്ന് പറഞ്ഞൊരു വേറെ വീഡിയോ ഉണ്ടായിരുന്നു. ലിങ്ക് ഞാൻ മുകളിൽ തന്നിട്ടുണ്ട്. ചില പേഷ്യൻസിൽ നമുക്ക് ഹോർമോണൽ തെറാപ്പി വേണ്ടി വരാറുണ്ട്. റീകോംബിനൻറ്റ് പാരാതൈറോയ്ഡ് ഹോർമോൺ എന്ന് പറയുന്നൊരു ഹോർമോണിന് ഡെയിലി ഇഞ്ചക്ഷൻസ് ആയിട്ട് വേണ്ടി വരും. മിനിമം 3 മാസത്തേക്കോ ചിലപ്പോൾ 2 കൊല്ലത്തേക്കോ വരെ കൊടുക്കേണ്ട അവസ്ഥ വന്നേക്കാം. ഇത്തരം ഇഞ്ചക്ഷൻസ് വളരെ എഫക്റ്റീവായിട്ട് എല്ല് യോജിപ്പിക്കാനും എല്ലിൻ്റെ ക്വാളിറ്റി തിരിച്ചു കിട്ടാനും സഹായിക്കും. സർജറിക്ക് ശേഷം ഒരേ പൊസിഷനിൽ പേഷ്യൻ്റ് കിടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ടോ ഇരിക്കുന്നത് കൊണ്ടോ പേഷ്യൻറ്റിന് പ്രഷർ സോഴ്സ് ഉണ്ടാവാം. അതായത് ഒരേ പർട്ടിക്കുലർ പൊസിഷനിൽ ഇരിക്കുന്നതുകൊണ്ട് ബെഡ് സോറുകൾ ഉണ്ടാവാം. അപ്പോൾ ഈ ബെഡ് സോർ പ്രിവെൻഷൻ എങ്ങനെയാണ്? 2 മണിക്കൂർ കൂടുമ്പോൾ പേഷ്യൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കണം. ഓപ്പറേഷൻ ചെയ്യാത്ത ഭാഗത്തേക്കും ചെരിച്ച് കിടത്താൻ പറ്റുന്നതാണ്. ഓപ്പറേഷൻ ചെയ്യാത്ത ഭാഗത്തേക്ക് ചെരിച്ച് കിടത്തുമ്പോൾ 2 കാലുകളുടെ ഇടയിൽ 2 തൈ ബോൺസിൻ്റെ ഇടയിൽ ഒരു പില്ലോ വയ്ക്കുന്നത് നല്ലതായിരിക്കും. ഈ പില്ലോ വയ്ക്കുന്നതുകൊണ്ട് ഹിപ്പ് പരിപൂർണമായിട്ട് ഉള്ളിലേക്ക് തിരിയാതിരിക്കാൻ സഹായിക്കും. ഇത്തരം സഹായങ്ങൾ ഹിപ്പ് ഓപ്പറേഷൻ ചെയ്യുന്ന ഡോക്ടർമാർ മിക്കവാറും പറഞ്ഞു തരുന്നതാണ്. രണ്ടാമത്, പേഷ്യൻറ്റിനെ ഇടയ്ക്ക് നീട്ടിയിരുത്താൻ സഹായിക്കണം. നീട്ടിയിരിക്കുമ്പോൾ തുടക്കത്തിൽ ഒറ്റയ്ക്ക് നീട്ടിയിരിക്കാൻ പറ്റിക്കൊള്ളുന്നില്ല, പിടിച്ച് നീട്ടിയിരുത്തേണ്ടി വരും. ഒരേ പൊസിഷനിൽ നീട്ടിയിരുന്നതിന് ശേഷം പിന്നിൽ 2-3 പില്ലോകൾ വെച്ച് കഴിഞ്ഞാൽ പേഷ്യൻ്റ് കംഫർട്ടബിളായിട്ട് ഇരിക്കാൻ പറ്റും. പിന്നെ ഇരിക്കുന്നതും കിടക്കുന്നതുമായിട്ട് പേഷ്യൻ്റെ പൊസിഷൻ 2 മണിക്കൂർ കൂടുമ്പോൾ പകൽ നേരത്തെ പൊസിഷൻ ചേഞ്ച് ചെയ്തുകൊണ്ടേയിരുന്നാൽ ബെഡ് സോർ വരാതിരിക്കും. ഇനിയിപ്പോൾ ബെഡ് സോർ വന്നാൽ തന്നെ ആ ഭാഗത്തെ വെയിറ്റ് ബെഡ് സോറിലേക്ക് വരാതിരിക്കാൻ വേണ്ടി ഓഫ് ലോഡിങ് പില്ലോസ് വയ്ക്കാം. ബെഡ് സോർ ഉള്ള ഭാഗത്തിൻ്റെ താഴെയും ബെഡ് സോർ ഉള്ള ഭാഗത്തിൻ്റെ മോൾ ഭാഗത്തും പില്ലോസ് വെച്ച് കഴിഞ്ഞാൽ ആ ഭാഗത്തേക്ക് പ്രഷർ വരാതിരിക്കും. പ്രഷർ വരാതിരുന്നാൽ തന്നെ ബെഡ് സോറുകൾ തന്നെ ഉണങ്ങുന്നതാണ്. ബെഡ് സോറിൻ്റെ ഏറ്റവും വലിയ തെറ്റിദ്ധാരണ മരുന്ന് വെച്ചാൽ മാത്രമേ ഉണങ്ങുള്ളൂ എന്നുള്ളതാണ്. ഒരിക്കലുമല്ല. ബെഡ് സോർ തന്നെ ഉണങ്ങുന്ന ഒരു മുറിയാണ്. ഓഫ് ലോഡിങ് മാത്രം മതി. അടുത്തത് നമ്മൾ അറിയേണ്ട ഒരു കാര്യം കിഡ്നി ഫെയിലിയറാണ്. സർജറിക്ക് ശേഷമോ സർജറിക്ക് മുന്നെയോ കിഡ്നിയുടെ പ്രവർത്തനം താൽക്കാലികമായിട്ടോ പെർമനൻ്റ് ആയിട്ടോ ഡാമേജ് വരുത്താൻ സാധ്യതയുണ്ട്. ക്രിയാറ്റിൻ കൂടുന്നതായിട്ട് ഡോക്ടർ പറഞ്ഞേക്കാം. ചിലപ്പോൾ സർജറിക്ക് ശേഷം വീട്ടിൽ പോയതിന് ശേഷമായിരിക്കും ക്രിയാറ്റിൻ കൂടുന്നത്. ഈ ക്രിയാറ്റിൻ കൂടാതിരിക്കണമെങ്കിൽ പേഷ്യൻറ്റിൻ്റെ കിഡ്നിയുടെ പെർഫ്യൂഷൻ ബ്ലഡ് ഫ്ലോ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും? ഒരു ദിവസം മിനിമം 2 ലിറ്ററോളം വെള്ളം കുടിക്കണം. 2 ലിറ്ററോളം വെള്ളം കുടിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ കാത്തീറ്ററിൽ ഇട്ടിട്ടുണ്ടാവും. പേഷ്യൻ്റ് മിക്കവാറും ഫോളീസ് കാത്തീറ്റർ, അതായത് മൂത്രം പാസ് ചെയ്യാൻ വേണ്ടി കാത്തീറ്റർ ഇട്ടിട്ടുണ്ടാവും. ഈ കാത്തീറ്ററിൽ എത്ര മൂത്രം പുറത്ത് വരുന്നു എന്നുള്ളത് അളക്കണം. 2 ലിറ്ററോളം വെള്ളം പേഷ്യൻ്റ് കുടിക്കുന്നുണ്ടെങ്കിൽ മിനിമം ഒരു 1600 ml എങ്കിലും പുറത്ത് വരുന്നുണ്ടോ എന്ന് പേഷ്യൻറ്റിനെ ബൈസ്റ്റാൻഡേഴ്സ് അളക്കണം വീട്ടിൽ പോയതിന് ശേഷം. അതിൽ കുറവ് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ തിരിച്ച് ഡോക്ടറെ അടുത്തേക്ക് തന്നെ പോകണം. ആ സമയത്താണ് നമ്മൾ ക്രിയാറ്റിൻ ഒന്നും കൂടി ചെക്ക് ചെയ്യുന്നത്. കാർഡിയാക്ക് അല്ലെങ്കിൽ സ്ട്രോക്ക് വന്ന പേഷ്യൻ്റ് ആണെങ്കിൽ, ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് മരുന്ന് കഴിക്കുന്നവരോ അല്ലെങ്കിൽ സ്ട്രോക്ക് വന്ന് മരുന്ന് കഴിക്കുന്നവരോ ആണെങ്കിൽ മരുന്ന് താൽക്കാലികമായിട്ട് നിർത്തിവെക്കേണ്ട ഒരവസ്ഥ ഉണ്ടായിരുന്നുവെങ്കിൽ, ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ ഓപ്പറേഷന് ശേഷം 1-2 ദിവസത്തിൽ തന്നെ ഹാർട്ടിൻ്റെയും സ്ട്രോക്ക് വന്നതിൻ്റെയും മരുന്നുകൾ തുടർച്ചയായിട്ട് എടുക്കേണ്ടതുണ്ട്. സർജറിക്ക് മുന്നേ ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി ചില ഡോക്ടർമാർ മരുന്ന് നിർത്തേണ്ട ആവശ്യം വരാറുണ്ട്. ചില ആശുപത്രികളുടെ ICU സെറ്റപ്പിനനുസരിച്ച് മരുന്ന് നമ്മൾ നിർത്തി വയ്ക്കാറുണ്ട്. ചില മരുന്നുകൾ മാത്രം. പണ്ട് കാലത്ത് എക്കോസ്പ്രിൻ, ക്ലോപ്പിഡോഗ്രൽ എന്നുള്ള എല്ലാ മരുന്നുകളും നിർത്തിവെക്കുന്നൊരു അവസ്ഥ ഉണ്ടായിരുന്നു ഹിപ്പ് ഫ്രാക്ചർ ഓപ്പറേഷൻ ചെയ്യാൻ. ഇപ്പോൾ കാലം മാറി. എക്കോസ്പ്രിൻ, ക്ലോപ്പിഡോഗ്രൽ കഴിക്കുന്ന പേഷ്യൻസിൽ നമുക്ക് ഓപ്പറേഷൻ ചെയ്യാവുന്നതാണ്. എക്കോസ്പ്രിൻ എന്തായാലും നിർത്തേണ്ട അവസ്ഥ കഴിഞ്ഞു. ഇപ്പോൾ ആരും എക്കോസ്പ്രിൻ നിർത്തിയിട്ട് ഓപ്പറേഷൻ ചെയ്യേണ്ട അവസ്ഥയില്ല. ക്ലോപ്പിഡോഗ്രൽ എന്നുള്ള മരുന്ന് നിങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ജനറൽ അനസ്തീസിയ കൊടുത്തിട്ട് ഓപ്പറേഷൻ ചെയ്യേണ്ടുന്ന അവസ്ഥ വന്നേക്കാം. ജനറൽ അനസ്തീസിയ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ചെസ്റ്റ് കണ്ടീഷൻ ക്ലിയർ ആയിരിക്കണം. അപ്പോൾ ചെസ്റ്റ് ക്ലിയർ അല്ലാത്ത പേഷ്യൻസിൽ, ചെസ്റ്റിൽ ഇൻഫെക്ഷൻ ഓൾറെഡി ഉള്ള പേഷ്യൻസിൽ, അല്ലെങ്കിൽ ശ്വാസം മുട്ടും പല അസുഖങ്ങളും ഉള്ള, ചെസ്റ്റ് സംബന്ധപ്പെട്ടമായിട്ടുള്ള പല അസുഖങ്ങളുള്ള പേഷ്യൻ്റ് ആണെങ്കിൽ ക്ലോപ്പിഡോഗ്രൽ 5 ദിവസം നിർത്തിയിട്ടായിരിക്കും നിങ്ങൾക്ക് സർജറി ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെ നിർത്തിയിട്ട് സർജറി ചെയ്തതിന് ശേഷം 1-2 ദിവസത്തിൽ തന്നെ ക്ലോപ്പിഡോഗ്രൽ എന്ന മരുന്ന് തിരിച്ച് റീസ്റ്റാർട്ട് ചെയ്യേണ്ടതാണ്. ഒരു ഹിപ്പ് ഫ്രാക്ചർ സർജറിക്ക് ശേഷം പലതരം കോംപ്ലിക്കേഷൻസ് നമുക്ക് കാണാറുണ്ട്. ഹിപ്പ് ഫ്രാക്ചർ സർജറിനെ ഓപ്പറേഷൻ ചെയ്ത് പേഷ്യൻറ്റിനെ നടത്തിക്കുക എന്നുള്ളത് ഒരു ഓർത്തോപെഡിക് സർജൻ്റെ മാത്രം കഴിവല്ല. ഒരുപാട് മെഡിക്കൽ പ്രോബ്ലംസ് ഉള്ള
പേഷ്യൻസ് ആയിരിക്കും ഭൂരിഭാഗം പേർ. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ മെഡിക്കൽ മാനേജ്മെൻറ്റും നല്ല രീതിയിൽ മെഡിക്കൽ പ്രോബ്ലംസിനെ ഡിറ്റക്റ്റ് ചെയ്യാൻ കഴിവുള്ള ബൈസ്റ്റാൻഡേഴ്സും ഉണ്ടെങ്കിൽ ട്രീറ്റ്മെൻറ്റ് വളരെ സക്സസ്ഫുൾ ആയിരിക്കും. ഹിപ്പ് ഫ്രാക്ചറിന് സർജറിക്ക് ശേഷം നടക്കാൻ പറ്റില്ല എന്നുള്ളത് ഭയങ്കരമായിട്ടുള്ള തെറ്റിദ്ധാരണയാണ്. പരിപൂർണമായിട്ട് നടത്തിച്ച് നോർമലാക്കി പേഷ്യൻ്റ് പഴയ ലൈഫ് തിരിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരുതരം ഫ്രാക്ചറാണ് ഹിപ്പ് ഫ്രാക്ചർ, അതായത് നെക്ക് ഓഫ് ഫീമർ അല്ലെങ്കിൽ പെരിട്രോകാൻട്രിക് ഫ്രാക്ചേഴ്സ്. അതുകൊണ്ട് തന്നെ അതിന് അത്യാവശ്യ രീതിയിൽ കമ്മിറ്റ്മെൻറ്റ് ഡോക്ടറുടെ സൈഡിൽ നിന്നും പേഷ്യൻറ്റിൻ്റെ സൈഡിൽ നിന്നും പേഷ്യൻറ്റിൻ്റെ ബൈസ്റ്റാൻഡേഴ്സിൻ്റെ സൈഡിൽ നിന്നും വേണം. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കിയത്. ഹോപ്പ്ഫുള്ളി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്കറിയാവുന്നവരാരെങ്കിലും ഹിപ്പ് ഫ്രാക്ചർ സർജറി കഴിഞ്ഞ് ട്രീറ്റ്മെൻറ്റിലാണെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യൂ, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, നിങ്ങളുടെ സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ. പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ഫോർ ഫർദർ സപ്പോർട്ട് ആൻഡ് ടു വാച്ച് മോർ വീഡിയോസ്. താങ്ക് യു സോ മച്ച്.